ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൈകൾ വീശി പാടാം. കൊരിന്തോസ് 15:19. അത് കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടിയുള്ള വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി മാറുക, പിന്നെ അങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെക്കാളും, അത് ഉടമ്പടി എടുക്കാത്ത ആൾക്കാരെക്കാളും, ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണെന്നാണ്. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവുമായിട്ടുള്ള വഴിയാത്രയിൽ അനുഭവിക്കുന്നൊരു അനുഭവമുണ്ട്, പിന്നീട് വരുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഉള്ളത് അറിവാണ്, പിന്നീട് വരുന്നത് എന്താണ്? ജ്ഞാനമായിരിക്കും. ഈ ജ്ഞാനം വരുന്ന അത്രയും കാലം നമ്മളെ തീഷ്ണതയിൽ പുരോഗമിക്കേണ്ടി വരും. നമുക്ക് ആദ്യം കിട്ടുന്ന അറിവാണ്. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഒരു അറിവുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതിൻ്റെ അകത്തൊരു ജ്ഞാനമുണ്ട്. എന്താ കാര്യം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 14:18. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പറഞ്ഞേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു അറിവുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ലെന്നായി പറയണത്. ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ല. അത് കാരണം ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവരെ വെറുങ്കയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. അത് ഈശോയുടെ മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ നിങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വിട്ടേ. ഇതെവിടെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവചനങ്ങൾ. മർക്കോസ് 8:2. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ഈ വിഷയം ഈശോ അഡ്രസ് ചെയ്യും, തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യും. അതായത് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? അവരെ ജോലി വരുന്നുണ്ടായിരുന്നു ഇല്ലേ? ജോലി വരുന്നില്ലേ? നിങ്ങളുടെ IELTS നിങ്ങളുടെ OET എല്ലാം അതിൻ്റെ വരുന്നുണ്ട്. എന്താ കാര്യം? ജോലി ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ഭക്ഷണം മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാകാതിരിക്കും. അതാണ് വെറും കൈയോടെ. അതാണ് ഞാൻ വെറും കൈ. ആ വചനം ഒന്നിട്ട് വായിച്ച്. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. വഴിയിൽ തളർന്നു വീഴും.
അപ്പോൾ ഒരു കാര്യം സത്യമാണ്, വഴിയിൽ തളർന്നു വീഴാത്ത നടപടിക്രമങ്ങൾ അത് എമർജൻസി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് കിട്ടും. ഉടമ്പടിയിൽ അത് നടന്നു, ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ഫസ്റ്റ് എയ്ഡിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ നങ്കൂരം ഉറപ്പിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ജോലിക്ക് വേണ്ടി മാത്രമാണ്, വിവാഹം ഒക്കാൻ വേണ്ടി മാത്രമാണ്, വീടിന് ലോൺ പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, രോഗം സുഖപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ. അതാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ വിഷയം മാറും. വേറെ ആരിലും പ്രത്യാശ വയ്ക്കണവരല്ല യേശുക്രിസ്തു പ്രത്യാശ വയ്ക്കുന്നവർ. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി ഓരോരോ ദൈവസങ്കല്പങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവരെ എന്ത് ചെയ്യണം? അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിൽ എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി യേശുവിൽ പ്രത്യാശ അർപ്പിക്കണം. ശരിയല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിന് എപ്പോഴും വിഷയമെന്ന് പറയണത് രണ്ട് കാര്യങ്ങൾ. ഈശോ ലോകത്തിലെ കാര്യങ്ങൾ രണ്ടായിട്ട് ഈശോ തിരിക്കും. ഈ ജീവിതത്തിന് വേണ്ടിയുള്ളതും നിത്യജീവിതത്തിന് വേണ്ടിയുള്ളതും. അതിന് ഈശോ പറഞ്ഞത് എന്താണ്? പിതാവിൻ്റെ കാര്യമെന്ന് പറയും, പിന്നെന്ത് പറയും? മാനുഷിക കാര്യങ്ങളെന്ന് പറയും. കാര്യങ്ങൾ ഉണ്ട് ഈശോയ്ക്ക്, പക്ഷെ രണ്ടായിട്ട് തിരിക്കും. അമ്മയോട് ഈശോ എന്താ പറയണത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ലൂക്ക 2:49. ലൂക്കാ സുവിശേഷം 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഔസേപ്പ് പിതാവിനും ഒരു സെക്കൻഡ് നോളജ് ഉണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഫസ്റ്റ് നോളജ് അമ്മയ്ക്കാണ്. കാര്യം മംഗളവാർത്ത കിട്ടിയ അമ്മയ്ക്കാണല്ലോ. മംഗളവാർത്ത കിട്ടിയത് പിതാവിൻ്റെ കാര്യം ആരാണ് പറഞ്ഞത്? ആദ്യം അമ്മയോടല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിവില്ലേ എന്ന് ചോദിക്കണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് അറിവില്ലേ? അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവിൽ ഒരറിവെന്താണ്? ബേസിക് അറിവെന്താണ്? ഈ അന്വേഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്നുവെച്ചാൽ, എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ അന്വേഷിക്കണത് എന്തിനായിരിക്കണം എന്നാണ് ഈശോ പറയണത്. പറഞ്ഞ മനസ്സിലായ? എന്നെ അന്വേഷിക്കണത് എന്തിന് ആയിരിക്കണം? എന്തിനാണ് അന്വേഷിക്കേണ്ടത്? പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നെപ്പോലെ വ്യാപൃതനാകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായ? വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ അന്വേഷിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്നെപ്പോലെ നിങ്ങളും പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതയാകാൻ വേണ്ടിയാണ് എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഒരു വിഷയം എന്ന് പറയണത്, വേറെ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം ആൾക്കാർ വട്ടിയും കൊട്ടയും എടുത്ത് പഴയ ഓർമ്മയ്ക്ക് ഈശോൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച ഒരു ദിവസം സന്ധ്യക്കായിരുന്നു, വൈകുന്നേരം ആയപ്പോഴാണ്. കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ച് കുറേ ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ട് രാത്രി അവർ സപ്പറെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നാളെ അവൻ രാവിലെ അപ്പം വർദ്ധിപ്പിക്കും, അതുകൊണ്ട് നമുക്ക് വെളുപ്പിന് കിട്ടണ വണ്ടിക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് ആൾക്കാർ വന്നിരിക്കുകയും. അപ്പോഴേ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണതെന്ന് എനിക്ക് അറിയാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് അംബിക തോമസ്. ഞാൻ തിരുവനന്തപുരം സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത്
2024 ഞാനൊരു സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധത്തിലെ ഒരാൾ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എന്നെയും എൻ്റെ ഒരു അനിയത്തിയെയും ചേർത്ത് ഒരു ക്രിമിനൽ കേസ് കൊടുത്തിരുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആളിൻ്റെ ഒരു കായലിൻ്റെ അരികിൽ കോമ്പൗണ്ട് വാള് പാറ കൊണ്ട് കെട്ടിയിരുന്നത് ഞാനും എൻ്റെ അനിയത്തിയും തള്ളി കായലിലിട്ടെന്നും അവൻ്റെ വീട്ടിനകത്ത് കയറിയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൊണ്ടുപോയെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തത്. ഇത് 10 വർഷത്തിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് കേസ് കൊടുത്തതെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. 6 മാസത്തിന് മുമ്പ് എനിക്കൊരു സമൻസ് വന്നെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഈ സമൻസ് വന്നെന്ന് വിളിക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ജോസഫ് അച്ഛൻ ഒരു പള്ളിയിൽ കുർബാന നടത്തുന്നു. ആ കുർബാനയിൽ ഞാനും പങ്കുചേർന്നിരിക്കുന്നു. കുർബാന കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകാനിറങ്ങി. എനിക്ക് ഒരു കായൽ കഴിഞ്ഞാണ് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പം ഞാൻ ആ കായലിൻ്റെ തീരത്ത് ചെന്നപ്പോൾ ആ കായലിൽ സുന്ദരിയായൊരു സ്ത്രീ ഒരു സിംഹവുമായിട്ട് ആ കായലിൽ നിൽക്കുന്നു. അത് കാരണം ഞാൻ അതിൻ്റെ അപ്പുറം കടക്കാതെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അപ്പുറത്ത് ഒരു ജയിലാണെന്ന്. ഇത് കേട്ടുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. അത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മോടടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഈ സ്വപ്നത്തെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. അന്ന് ഒരു 11-12 മണിയപ്പോഴാണ് എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സമൻസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കേസിൻ്റെ കാര്യം പോലും ഓർമ്മയില്ല. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഒരടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞ്. പക്ഷേ അത് സമൻസ് കാരണം 2 പേരെ ജാമ്യത്തിന് കൊണ്ടുചെന്ന് ജാമ്യം എടുക്കണം. എനിക്ക് അങ്ങനെ 2 പേരെ കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലായിരുന്നു. എൻ്റെ അനിയത്തി 2 പേരുമായിട്ട് പോയി ജാമ്യം എടുത്ത് ഞാനൊരു ഹിയറിങ്ങിനും പോയില്ല. ഞാൻ എൻ്റെ വക്കീലിനെ ഏൽപ്പിച്ച് വക്കീൽ 2 പ്രാവശ്യം കോടതിക്കകത്ത് കയറി. 3-ാമത്തെ പ്രാവശ്യം മജിസ്ട്രേറ്റ് ഒന്നീ ജാമ്യം എടുക്കണം, അല്ലെങ്കിൽ പ്രതിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അടുത്തത് വാറണ്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് കർശനമായിട്ട് കോടതിക്കകത്ത് കയറാൻ ജാമ്യത്തിന് ആളുമായിട്ട് വരണമെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ ഈ കേസ് എൻ്റെ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞപേക്ഷിച്ച്, ഞാൻ ചെയ്തിട്ടില്ലാത്തതാണമ്മേ, എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ജാമ്യത്തിനും എനിക്ക് ആളില്ല, എന്നെ രക്ഷിക്കണമെന്ന്. 3-ാമത്തതിനും വക്കീൽ പോയി. ആ 2 പ്രാവശ്യം ഒരാണായിരുന്നു മജിസ്ട്രേറ്റായിട്ട് കയറിയത്. ഈ 3-ാമത്തെ പ്രാവശ്യം ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ എൻ്റെ ഈ അടുത്ത ബന്ധുവും കോടതിയിലുണ്ടായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞിട്ട് സഹോദരി ഉണ്ടായിരുന്നു. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഈ കേസ് വെറുതെ വിട്ടതായിട്ട് ഉത്തരവിട്ട്. അത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. അടുത്തത് 2024 ഡിസംബറിലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പല്ലിന് സുഖമില്ലാത്ത ഈ വിരലുകൊണ്ട് ഇങ്ങനെ പല്ലമർത്തി നോക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. അവർ വേറെ എന്തോ മഹാരോഗമാണ് അത് മുഖാന്തരം ഉണ്ടാകുന്ന രീതി ഭയപ്പെടുന്നു. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അത് വർഷങ്ങളായി എൻ്റെ ഇവിടെ ഒരു പല്ല് പഴുത്തിട്ട് എന്നും മോണേന്ന് പഴുപ്പ് വരുമായിരുന്നു. ഞാൻ ഈ കൈവച്ചതിങ്ങനെ അമർത്തി നോക്കുകയും ചെയ്യുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അത് സുഖപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് 8-9 വർഷമായി കുളിച്ചതിന് ശേഷവും അല്ലാതെയും ശരീരം ചൊറിച്ചിലുണ്ടായിരുന്നു. ചൊറിഞ്ഞ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കാൻ ഒരുപാട് പാടാണ്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അത് എനിക്ക് സുഖപ്പെട്ടു. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും വീടുകൾ തോറും ഓട്ടോ സ്റ്റാൻഡിലും മറ്റും എല്ലായിടവും കൊടുക്കാറുണ്ട്. എല്ലാ മാസവും കാരുണ്യ പ്രവൃത്തി എൻ്റെ അടുത്തുള്ളവർ അനാഥാലയത്തിൽ പോയി അവരെ സഹായിക്കാറുണ്ട്. ആഹാര സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് 8-10 പൊതിച്ചോറ് കെട്ടി റെയിൽവേ സ്റ്റേഷനിലും പാവങ്ങൾക്കും കൊടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എനിക്കിതെല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിനും 1000 നന്ദിയും സ്തുതിയും. ഇനി എൻ്റെ അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ മകളാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി പറയുന്നു.
എൻ്റെ പേര് പ്രിയ. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ആൻഡ്രൂസ് ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 20/11/2023 2017 ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് 3 വർഷമായിട്ട് സൈനസൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ 2 പിരികത്തിൻ്റെ എല്ലുകളിലും കഫം കെട്ടി നല്ലപോലെ ബൾജ് ചെയ്തിരിക്കുകയും മുഖത്തെല്ലാം വേദന ഉണ്ടാവുകയും മൂക്കിൽ നിന്ന് കഫത്തിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അത് ഉടമ്പടി ഉപ്പിട്ട് ആവി പിടിക്കുമായിരുന്നെങ്കിലും എനിക്കത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ സൈനസൈറ്റിസിൻ്റെ അസുഖം മുഴുവനായിട്ട് മാറുമായിരുന്നു എന്ന്. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ കായലിൻ്റെ നടുവിൽ നിൽക്കുന്നു. അച്ഛൻ വെള്ളത്തിൽ നിന്ന് ഒരു കെട്ട് കൃപാസനം പത്രം എനിക്ക് എടുത്തു തരികയും അച്ഛൻ ഒരു തൈലം കൊണ്ട് എൻ്റെ നെറ്റിയിൽ നീളത്തിൽ കുരിശു വരയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ എൻ്റെ ഈ സൈനസൈറ്റിസിൻ്റെ അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. 15 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ഈസ്നോഫീലിയയുടെ അലർജി ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ആ അലർജിയുടെ അസുഖം തുമ്മലായിരുന്നു. എനിക്ക് ആ തുമ്മലിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാതാവ് ഈശോയെ എനിക്ക് മാറ്റിത്തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 8 വർഷമായിട്ട് എൻ്റെ മുടി നരയ്ക്കുമായിരുന്നു. എൻ്റെ ചെവിയുടെ സൈഡുകളിലും തലയിലെല്ലാം മുടി നരയ്ക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഞാൻ തേക്കുന്ന എണ്ണയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തലയിൽ തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുടിയെല്ലാം കറുക്കുകയും ഇവിടെ ഞാൻ കൗൺസിലറിനെ കണ്ടപ്പോൾ കൗൺസിലർ ഡൈ തേച്ചോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ എൻ്റെ മുടിയെല്ലാം കറുത്തു. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പീരീഡ്സ് ആകുമ്പം 3 വർഷമായിട്ട് ഒരു ഫുൾ ഡേ നിൽക്കുന്ന തലവേദന ഉണ്ടാകുമായിരുന്നു. ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിനുശേഷം എനിക്കെൻ്റെ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 2017 ഞാൻ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് എൻ്റെ ബാക്ക് ബോണിൽ ഒരു സ്ട്രാൻഡ് താഴേക്കായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് എനിക്ക് നടുവേദന ഉണ്ടായിരിക്കും, ഞാൻ ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, നിൽക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം, ലൈഫ് ലോങ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എത്ര നേരം ഇരുന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ ആ നടുവേദനയുടെ പ്രശ്നം മാതാവ് കംപ്ലീറ്റ് ആയിട്ട് ഈശോയും മാറ്റി തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് പനി വരുമ്പോൾ ശ്വാസം മുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതൊരു 15 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ ഇൻഹൈലറൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടൽ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ഇന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ ഒരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം 2 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്കൊരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നവും ഇല്ല. മാതാവ് ഈശോ എൻ്റെ ശ്വാസം മുട്ടലിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്ക് ഷുഗർ കുറയുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു 5 വർഷമായിട്ട് എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട് 80 തന്നെ ആയിരിക്കും. എനിക്ക് എത്ര മധുരം കഴിച്ചാലും എനിക്ക് പിന്നെയും മധുരം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും എനിക്ക് മധുരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയും ഒരു 10 ലഡുവൊക്കെ ഒരുമിച്ച് കഴിച്ചാൽ പോലും എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട് 1 എണ്ണം പോലും കൂടില്ലായിരുന്നു. അങ്ങനെ അതെനിക്ക് ഉപവാസമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മാതാവിനോടും ഈശോയോടും നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം എത്ര നേരം വേണമെങ്കിലും കഴിക്കാതിരിക്കുന്നതിനും പ്രശ്നമില്ല. ഞാൻ എവിടെ പോയാലും മുന്നേ എൻ്റെ ഹാൻഡ് ബാഗിൽ ചോക്ലേറ്റും പഴവും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു എനിക്ക് ഈ ഷുഗർ കുറയുന്നത് കാരണം. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എനിക്ക് എത്ര നേരം വേണമെങ്കിലും വിശന്നിരിക്കുന്നതിനും ഒന്നിനും ഒരു പ്രശ്നമില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ അസുഖം മാറ്റിത്തന്നതിന് നന്ദി പറയുന്നു. ഒരു 2 മാസം മുന്നേ ഞാൻ ഉടമ്പടി ആരാധന ധ്യാനം കാണുന്ന സമയത്ത് മാതാവിൻ്റെ ഇടത് കണ്ണ് മാതാവ് അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആദ്യം വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും മാതാവ് കണ്ണെന്തിനാണ് അടച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ അമ്മയും ഞാനും സംസാരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് പറയാനായിട്ട് എൻ്റെ അമ്മയുടെ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഇടത് കണ്ണ് ഒരു രക്തക്കട്ട പോലെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു.
പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിലേക്കുള്ളൊരു ഞരമ്പ് കട്ടായി പോയതാണെന്ന്. 3 ആഴ്ചയെങ്കിലും എടുക്കും ഇത് മാറാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കാരണം 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ കണ്ണിൻ്റെ റെറ്റിനൽസ് എല്ലാം കംപ്ലീറ്റ് മാറ്റി തന്നു. ഞാൻ ഉടമ്പടി എടുത്തത് വഴിയായി ഈശോ എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഈശോയോടും മാതാവിനോടും ഒരുപാട് അടുക്കാനും അവരോട് എപ്പോഴും ഈശോയോടും മാതാവിനോടും എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും എൻ്റെ ബന്ധം കൂടുതലായി വളരാനും എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കുമ്പോഴും 3 പ്രാവശ്യം എനിക്ക് മാതാവിനെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും കിട്ടുന്ന എല്ലാ മാസവും കൃപാസന പത്രം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും വീടുകൾ തോറും പൊതുസ്ഥലങ്ങളിലും എല്ലാം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും ഈശോയെക്കുറിച്ച് പറഞ്ഞും മാതാവിനെക്കുറിച്ച് പറഞ്ഞും വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ദശാംശം കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിലുകളിൽ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയും അവിടെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ വളർച്ച ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്ന് വരെ ഞായറാഴ്ച പോലും എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചാലല്ലാതെ ഞാൻ കുർബാനയ്ക്ക് പോവില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോവുകയും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പറ്റുന്ന പോലെ എല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്. ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ജപമാല ചൊല്ലില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഒരുപാട് ജപമാല ചൊല്ലാറുണ്ട്. മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ബൈബിള് വായിക്കാറുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അവർ ഡെയിലി ബ്രെഡ് പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ കാണുകയും ചെയ്യാറുണ്ട്. ഉടമ്പടിയിലെ ഉപവാസം മുടക്കാറില്ല. എല്ലാ ശനിയാഴ്ച ദിവസവും ഉപവസിക്കാറുണ്ട്. ഇത്രയും എല്ലാം എൻ്റെ രോഗസൗഖ്യങ്ങളും നന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അൾത്താരെ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിച്ച അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സജോ സെബാസ്റ്റ്യൻ, എൻ്റെ അമ്മ ജോളി സെബാസ്റ്റ്യൻ. ഞങ്ങൾ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മേരുപുരം ഇടവയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 13/11/2023 എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. അമ്മ 9 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്ത് എനിക്ക് കുവൈറ്റിലോട്ട് 2 കൊല്ലത്തെ വിസ ലഭിച്ച് അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ പോയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ ഒരു യൂറോപ്പ് കൺട്രിയിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എങ്ങോട്ട് പോകണം എന്ന ആലോചനയിലിരിക്കുമ്പോഴാണ് ജർമ്മനിയിലേക്ക് എനിക്കൊരു ഓഫർ വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഈശോയുടെ അനുഗ്രഹം നേടി അമ്മമാതാവിനെ എടുക്കാൻ കിട്ടുവാണെങ്കിൽ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന് മാതാവിനെ തന്നെ എനിക്ക് എടുക്കാൻ കിട്ടി. അച്ഛനെ കാണാൻ വന്ന് ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് സുഗന്ധാഭിഷേകം ലഭിച്ചു. സെക്കൻഡുകൾ മാത്രം ഉണ്ടായിരുന്ന മുല്ലപ്പൂവിൻ്റെ ഒരു മണം എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ കൂടെ ഈശോയും മാതാവും ഉണ്ടെന്നുള്ളൊരു ബോധ്യം കൂടുതൽ ഉറച്ച വിശ്വാസത്തിൽ വളരാൻ അതിന് സഹായിച്ചു. അതിനുശേഷം ഞാൻ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തുടങ്ങിയെങ്കിലും അതിനിടയിൽ എനിക്ക് അയർലൻഡിലോട്ട് വേറൊരു ഓഫർ വന്നു. അതായത് വിസയ്ക്കോ ഒന്നിനോ ഒരു പണം ചിലവാക്കണ്ട, എൻ്റെ ഒരു സുഹൃത്ത് വഴി എയർ ടിക്കറ്റ് വരെ അവരെടുക്കാമെന്നുള്ള ഒരു ഓഫർ വന്നപ്പം ഞാൻ ഈശോയായിട്ട് എനിക്ക് തന്ന ഈ ഓഫർ ഞാൻ മാറ്റി വെച്ച് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് അയർലൻഡിലേക്കുള്ള പേപ്പർ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതുവഴി എനിക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ മാത്രമേ നേടാൻ പറ്റിയുള്ളൂ. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി, പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയി, ഉടമ്പടി മൊത്തം ഉഴപ്പി 9 മാസത്തോളം ഞാൻ നാട്ടിൽ തന്നെ അതിൻ്റെ പുറകെ നടന്ന് ജോലി ഇല്ലാണ്ടായിപ്പോയി. പിന്നെയും ഞാൻ ശരിയാവില്ല എന്ന് വിചാരിച്ച് ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തന്നെ തുടങ്ങി. പക്ഷേ അപ്പോഴും എനിക്ക് തടസ്സമായിരുന്നു.
VFS ഡേറ്റ് കിട്ടാതിരിക്കുകയും ആദ്യത്തെ പ്രാവശ്യം വിസയ്ക്ക് വെച്ചപ്പോൾ വിസ റിജക്ഷൻ വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തെറ്റ് എൻ്റെ ഭാഗത്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി. ഉടമ്പടി പുതുക്കാമെന്നുള്ളൊരു ബോധ്യത്തോടെ പിന്നെയും ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തിരിച്ചു വന്നു. ഇവിടെ വന്ന് അതിനു മുമ്പ് ഞാൻ VFS ഡേറ്റ് എടുത്ത് VFS അപ്ലൈ ചെയ്ത് അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ പോയി വിസ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് രണ്ടാമതും ലഭിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു 47 ദിവസത്തിനുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് 17-ാം ദിവസം എൻ്റെ വിസ എനിക്ക് വന്നു. 17-ാമത്തെ ദിവസം എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതിനുശേഷം വിസ കൈവന്നതിന് അമ്മമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടി വഴി എനിക്ക് ആത്മീയതയിൽ വളരാൻ കുറേ സഹായം ലഭിച്ചു. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതേപോലെ എനിക്ക് അതേ പ്രാർത്ഥനയിൽ വളരാനും കുമ്പസാരം 2 ആഴ്ചകൾ കുമ്പസാരം കൂടാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ദുശീലങ്ങളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം ഇവിടെ നിന്ന് മേടിച്ചു കൊടുക്കുകയും പള്ളിയിലേക്ക് ബൈബിൾ പാരായണത്തിന് വിളിക്കുകയാണെങ്കിൽ ഈശോയെ പ്രഘോഷിക്കാൻ പറ്റുന്നൊരവസരമായി കണ്ട് ബൈബിൾ വായിക്കാൻ വേണ്ടി മുമ്പോട്ട് വരികയും കാരുണ്യപ്രവൃത്തികളായി മറ്റുള്ളവരെ പൊതിച്ചോറ് കൊടുക്കുകയും മറ്റു ഗൂഗിൾ പേയിലും മറ്റും അതേപോലെ സഹായം ആവശ്യപ്പെടുന്നവർക്ക് സഹായം നൽകുകയും അങ്ങനെ അനാഥ മന്ദിരങ്ങളിലും ആരോരുമില്ലാത്ത വൃദ്ധസദനങ്ങളിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കാനും ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാധ്യസ്ഥം വഹിച്ച അമ്മമാതാവിനും 1000 നന്ദി പറയുന്നു. ഇനി ജർമ്മനിയിൽ പോകുന്നതിൻ്റെ എൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് വിശുദ്ധ കുർബാന കൂടാൻ വേണ്ടി പള്ളിയും അതേപോലെ എനിക്ക് താമസ സൗകര്യം അവിടെയുണ്ട്. ഇതെല്ലാം ഒരുക്കി തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും 1000 നന്ദി. ഇത്രയും അനുഗ്രഹങ്ങൾ തെരഞ്ഞു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങൾ നിത്യത വരെ അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് നിൽക്കുമെന്ന് ഉറപ്പ് തരുന്നു.